ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ്. പിന്നെ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഒന്നും പോകണില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വൈകിട്ടാണ് എണീറ്റത്. നേരെ വന്നിട്ട് നമ്മൾ സ്ഥിരം കാണിക്കുന്ന പോലെ തന്നെ അടുക്കളയിൽ വന്നിട്ട് നമ്മുടെ അടുപ്പിൻ്റെ മുകളിലുള്ള റിങ്ങൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടോ. പിന്നെ അടുപ്പിൻ്റെ മുകൾ ഭാഗത്തിൽ ചെറുതായിട്ട് കരി പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ തുടച്ചെടുക്കാൻ കേട്ടോ. സോപ്പ് ഇട്ടിട്ട് കഴുകിയിട്ട് പിന്നെ ഒരു തുണി വെച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ റിങ് ഒന്ന് കഴുകി വയ്ക്കും കൂടി ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ അത് കരി ഇങ്ങനെ അതൊന്ന് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇന്നലെ രാത്രി കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ രാത്രി എല്ലായിടും അടിച്ചു വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പോഴേക്കും നല്ല വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെയാണ് എല്ലായിടവും ഒന്ന് അടിച്ചു വാരിയത്. പിന്നെ അത് കൂട്ടി വെച്ചിട്ട് മുറം പുറത്തായിരുന്നു. അപ്പം ഞാൻ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു 5:45 കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പുറത്ത് നോക്കുമ്പോൾ നല്ല മഴ. രാത്രി കല്യാണ വീട്ടിൽ നിന്ന് വരുന്നവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, രാത്രി മൊത്തം മഴ. രാവിലെ അങ്ങനെ ചെറുതായിട്ട് ചാറിനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കോരി കളഞ്ഞിട്ട് പിന്നെ ഞാൻ വെണ്ണൂറും കൂടിയും കോരാമെന്ന് വിചാരിച്ചു. ആ മുറത്തേക്ക് തന്നെയാണ് കേട്ടോ കോരി എടുക്കുന്നത്. അപ്പോൾ തലേ ദിവസം കത്താത്ത ചെറിയ കൊള്ളികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വെണ്ണീറൊക്കെ കോരി അവിടെ കുറച്ച് പൊടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു പുറത്ത് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദൈ വെള്ളപ്പൂ കണ്ടോ, ഇങ്ങനെ ഈ ചെറിയൊരു ഇരുട്ട് പോലുള്ള ആ സമയത്ത് കാണാനുണ്ടോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. പിന്നെ നേരെ വന്നിട്ട് തുടയ്ക്കാൻ വേണ്ടി നിന്നു. എല്ലായിടും തുടയ്ക്കൽ കഴിഞ്ഞ് നമ്മുടെ ഹാളും പിന്നെ അടുക്കളയൊക്കെ തുടയ്ക്കൽ കഴിഞ്ഞപ്പോഴേക്ക് ആ പണിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇനി മക്കളെയൊക്കെ എണീപ്പിക്കണം. കുറച്ച് നേരത്തെ കേട്ടോ നമ്മുടെ കല്യാണത്തിൻ്റെ മുഹൂർത്തം വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പോകണമല്ലോ. രാവിലത്തെ ഭക്ഷണം കൂടി കഴിക്കൽ കഴിഞ്ഞിട്ട് പോകാച്ചിട്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം പോയി കുളിച്ചു കേട്ടോ. കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ആദ്യം തന്നെ വിളക്ക് വെച്ചു. പിന്നെ വിളക്ക് വെക്കൽ കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഞാൻ അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടോ അരച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇന്നലെ മോന് സ്കൂളിൽ നിന്ന് കുറച്ച് അരി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓണത്തിന് കിട്ടുമല്ലോ, അപ്പോൾ അതൊരു 4 കിലോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ബിരിയാണി പോലെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വിളക്ക് വെക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറിയും കൂടി ഇട്ടിട്ടു. കുങ്കുമം ഇട്ടിട്ടില്ല, അത് മുടി കട്ടിൽ കഴിഞ്ഞിട്ട് ഇടാച്ചിട്ടായിരുന്നു. പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് നമ്മൾ കഴുകിയ റിങ് കൊണ്ടുവച്ചിട്ട് അപ്പോഴേക്ക് മോള് പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ ചുക്കുവെള്ളമാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ചുക്കുവെള്ളപ്പൊടി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ചുക്കിടാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ ചായയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഞാനും മോള് മാത്രമേ ഇവിടെ ചായ കുടിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കറക്റ്റായിട്ട് ഒരു 2 ഗ്ലാസ് ചായ വെച്ചു. പിന്നെ അതാ ഞാൻ ചുക്കാണ് ഇട്ടിട്ടുള്ളത്. ചുക്ക് കുറച്ച് ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു, അതൊന്ന് കഴുകിയിട്ടൊന്ന് വെറുതെ ഒന്ന് കൈ കൊണ്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ട് ചായ സെറ്റാക്കിയപ്പോഴേക്ക് നമുക്ക് ബിരിയാണി പോലെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും മല്ലിയിലയും പുതിനയിലയും ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഈ ഒരു പാത്രത്തിൽ നമ്മൾ എന്ത് ഇല ഇട്ട് വെച്ചാലും കുറേ ദിവസം അത് ഇരിക്കും കേട്ടോ, കേട് വരണമൊന്നുമില്ല. പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് മന്ദാരപ്പൂവൊക്കെ അറുത്ത് കൊടുത്തിട്ട് നമ്മൾ വിളക്ക് വെച്ച ഭാഗമൊക്കെ ഒന്ന് പൂവൊക്കെ വെച്ച് അലങ്കരിച്ചു. ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, വെള്ളപ്പൂക്കൾ, മൊത്തം വെള്ളപ്പൂക്കളാണ്. വെള്ള ചെമ്പരത്തി, വെള്ള മന്ദാരം, അങ്ങനെ. അപ്പോൾ ഞാൻ ചായ റെഡിയായി കഴിഞ്ഞപ്പോൾ അതൊന്ന് അരിച്ചു വെച്ചു. പിന്നെ അതാ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. കുറച്ച് ഉണ്ടാക്കണുള്ളൂ, രാവിലത്തേക്ക് മാത്രമായിട്ട്. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ വാട്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അരി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടു. പിന്നെ എപ്പോഴും ചെയ്യണം ഈ വിസിലിൻ്റെ അതെപ്പോഴും ഇങ്ങനെ ഊതിയിട്ടാണ് കേട്ടോ ഞാൻ വെക്കാറുള്ളത്. അതിൽ എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ നോക്കിയിട്ട്. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ അച്ചാറൊക്കെ ഉണ്ട്, അത് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ മക്കൾ കഴിക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഇത് അമ്മു മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഞാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് നേരെ കെട്ടിക്കൊടുത്തു. ഇതാ അങ്ങനെ കേട്ടോ ഞാൻ റെഡിയാക്കി വിട്ടത് അമ്മൂനെ. പിന്നെ അതാ അച്ചു പിന്നെ അവൾ സ്വയം റെഡിയായി വന്നു. പിന്നെ സരിത അതാ അവൾ സാരിയെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റായിരുന്നു. അപ്പോഴേക്കും ഞാനും കൂടി റെഡി ആയിട്ടോ. പിന്നെ ഞങ്ങളിതാ പോകാൻ നിൽക്കുന്നുണ്ട്, ബസ്സിനാണ് കേട്ടോ പോണത്. അപ്പോൾ അത് ആ ബസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്താണ്, അതുകൊണ്ട് തന്നെ ബസ് വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അത് അവിടെ ഓഡിറ്റോറിയത്തിൽ വന്ന് ഇറങ്ങി. ഈ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അതാ വന്ന ഉടനെ തന്നെ അമ്മയൊക്കെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് ആൾക്കാരൊക്കെ എത്തണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ ചെക്കനൊക്കെ വന്നു. പിന്നെ അതാ പെണ്ണ് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു പെങ്ങന്മാരുടെയൊക്കെ വകയായിട്ട്. പിന്നെ അതാ കെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഇരിക്കുന്നത് ഭക്ഷണത്തിന് കഴിക്കാൻ പോകണ്ട നല്ല തിരക്കായിരുന്നു. പിന്നെ കുട്ടികൾ പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗമാണിത്, നല്ല സീനറി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അമ്മയൊക്കെ കണ്ടു ഓരോ പോസിലിരിക്കുകയാണ്, ഇങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതാ സ്റ്റേജിൽ മൊത്തം ഫോട്ടോ എടുക്കണതാണ് കേട്ടോ. പിന്നെ ഞങ്ങളും ഫോട്ടോ എടുക്കാൻ കയറി. ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് നേരെ പോണത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങളൊക്കെ ഇവിടെ ക്യൂ നിന്ന് കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി
അമ്മൂനൊക്കെ ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു. സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മൂൻ്റെ മുഖം കുറച്ച് തെളിഞ്ഞു കിട്ടും. അപ്പോഴേക്കും ആ ചെക്കനും പെണ്ണൊക്കെ പോകാൻ വേണ്ടിയിട്ട് കാല് പിടിച്ച് സെറ്റാവുക കേട്ടോ. അതൊക്കെ അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് റോട്ടിലേക്ക് ബസ്സിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊരു ജീപ്പ് കിട്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജീപ്പിലാണ് പോകുന്നത്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ.